എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹിറ്റാച്ചി അവൻ സാസുകയായിട്ട് അങ്ങനെ പുറത്തിരിക്കുകയാണ്. അമ്പിളിമാമനെയൊക്കെ കാണിച്ചു കൊടുത്ത് കഥയൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോഴായിരിക്കും ആ ഒബീട്ടോ അവനിപ്പോ ലീഫ് വില്ലേജിലേക്ക് വരിക. അവൻ അടുത്ത നിമിഷം തന്നെ ആ നയൻ ടെയിലിനെ അവിടേക്ക് സമരം ചെയ്യും. അതിനുശേഷം വില്ലേജ് മുഴുവനായിട്ടും തല്ലി തകർക്കാൻ തുടങ്ങും. വലിയ ശബ്ദവും കൊടും കാറ്റൊക്കെ കൊണ്ട് ആ ഗ്രാമം മുഴുവൻ കിടുങ്ങി വിറയ്ക്കാൻ തുടങ്ങും. ഹിറ്റാച്ചിക്കാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. സാസുകയാണെങ്കിൽ നിലവിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ സാസുകയെ ആശ്വസിപ്പിച്ച് വീടിന്റെ അകത്തേക്ക് വരും. അപ്പോഴായിരിക്കും ആ ഒരു നയൻ ടെയിലിന്റെ റാംപേജില് അവരുടെ വീട് രണ്ടായിട്ട് പിളർന്നു പോവുക. ഹിറ്റാച്ചി ആണെങ്കിൽ ആ നയൻ ടെയിലിനെ കണ്ട് ഷോക്കാവും. നയൻ ടെയില് അവിടെയുള്ള ഓരോ ബിൽഡിങ്ങുകളും ജനങ്ങളെയും എല്ലാവരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഹിറ്റാച്ചി ഉഷാറായിട്ട് ഇപ്പൊ സാസുകയായി മുൻപോട്ട് ഓടും. അവൻ ചുറ്റും നോക്കും. അവന്റെ ചുറ്റും മരിച്ചു കിടക്കുന്ന ഒരുപാട് പേരുടെ ബോഡികള്. സാസുകയാണെങ്കിൽ പേടിച്ച് നിലവിളിക്കും. ഹിറ്റാച്ചി അവനെ കൊണ്ട് കഴിയും പോലെ സാസുകയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഹിറ്റാച്ചി ഷെൽട്ടർ ഹോം ലക്ഷ്യം വെച്ച് മുൻപോട്ട് വീണ്ടും ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും അവൻ പോകുന്ന വഴിക്ക് അവന്റെ ഗേൾഫ്രണ്ടിനെ കാണാം. അവളും പേടിച്ചു വരച്ച് ഒറ്റയ്ക്ക് അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഹിറ്റാച്ചി അവളുടെ കൈ പിടിച്ചു പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്നെ ഞാൻ സേഫായി ഷെൽട്ടർ ഹോമിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് ഹിറ്റാച്ചി അവളെയും സാസുകയും ഇപ്പോ ഷെൽട്ടർ ഹോമിലേക്ക് എത്തിക്കും. ഹിറ്റാച്ചി അവന്റെ പപ്പയെ കണ്ട് ഇപ്പൊ ഷോക്കാവും. അവൻ ഓടി പപ്പയുടെ അടുത്തേക്ക് ഓടി വന്ന് പപ്പയെ കെട്ടിപ്പിടിച്ച് നിൽക്കും. പപ്പ പറയും, എനിക്ക് നിന്നെ നല്ല വിശ്വാസമായിരുന്നു. ഉറപ്പായിട്ടും സാസുകയെ സേഫായിട്ട് നീ ഇവിടെ എത്തിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. കട്ട് ചെയ്ത ആ നയൻ ടെയിൽ ആണെങ്കിൽ ആ ഗ്രാമം മുഴുവൻ തല്ലി തല്ലി തകർക്കാണ്. അപ്പോഴായിരിക്കും തേർഡ് ഹൊക്കാക ആളുടെ മാസ് പവർ വെച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഹിറ്റാച്ചിയുടെ പപ്പയാണെങ്കിൽ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ഉടനെ ആളുടെ അസിസ്റ്റൻസ് ആളുടെ അടുത്തേക്ക് വന്ന് പറയും, നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ, ആ നയൻ ടെയിലിനെ അതിനെങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യണം. പക്ഷെ ആളാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ തന്നെ നിൽക്കും. അടുത്ത സെക്കൻഡ് ക്ലിക്ക് ക്ലിക്ക് എന്നൊരു വലിയ ശബ്ദം കേൾക്കും. ഉടനെ ഹിറ്റാച്ചിയുടെ പപ്പ പറയും, എല്ലാം കഴിഞ്ഞു, ആ നയൻ ടെയിലിനെ അതിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ലീഫ് വില്ലേജ് കാണിക്കും. മരിച്ചുപോയ എല്ലാവരുടെയും കല്ലറയ്ക്ക് മുൻപില് വില്ലേജിൽ ബാക്കിയുള്ളവര് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ഹിറ്റാച്ചി ആ കല്ലറകൾക്കെല്ലാം മുൻപിലായി നറൂട്ടോയെ കാണുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഓരോ ദിവസം കഴിയുന്തോറും വില്ലേജ് മുഴുവനായിട്ടും ഇപ്പൊ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങുകളെല്ലാം തന്നെ റീകൺസ്ട്രക്ട് ചെയ്തും പുതിയ വഴികളും ബ്രിഡ്ജുകളൊക്കെ ഉണ്ടാക്കി ലീഫ് വില്ലേജിന്റെ ചിത്രം അത് വീണ്ടും ലീഫ് വില്ലേജിനെ അതിനെ പഴയതുപോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പ ഹിറ്റാച്ചിയുടെ ഗേൾഫ്രണ്ട് അവന്റെ അടുത്തേക്ക് വരും. അവൾക്കാണെങ്കിൽ സാസുകയെ കണ്ട് ഒരുപാട് ഇഷ്ടാവും. അവൾ സാസുകയെ പതിയെ കയ്യിലെടുക്കും. പക്ഷെ അപ്പോഴേക്കും സാസുക പൊട്ടിക്കരയാൻ തുടങ്ങും. ഉടനെ ഹിറ്റാച്ചി സാസുകയെ മേടിച്ച് അവിടുന്ന് കടന്നു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹെഡ് ക്വാർട്ടേഴ്സില് ഇപ്പൊ ചീഫ് ഒഫീഷ്യൽസ് അവരെല്ലാവരും ചേർന്ന് എങ്ങനെ ഗ്രാമത്തെ പുതുക്കി പണിയാം, പഴയതിലും ബെറ്റർ ആക്കി മാറ്റാം എന്ന് ഡിസ്കസ് ചെയ്യാണ്. ഡാസോ ആയിരിക്കും അതിന്റെ മെയിൻ ഐഡിയാസ് ഒക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ആളുടനെ പുതിയ പോലീസ് സ്റ്റേഷൻ അത് ഗ്രാമത്തിന്റെ ഏറ്റവും സൈഡിലേക്ക് മാറ്റണം എന്ന് പറയും. അത് കേട്ട് ഹിറ്റാച്ചിയുടെ പപ്പ ഫുക്കാഗു ആള് ഫുൾ കലിപ്പിൽ പറയും, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, പോലീസ് ഫോഴ്സ് എപ്പോഴും വേണ്ടത് ഒരു ഗ്രാമത്തിന്റെ ഒത്ത നടുക്കാണ്. എങ്കിലും മാത്രമേ ഗ്രാമത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനും പെട്ടെന്ന് തന്നെ ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യാനും ഞങ്ങളെ കൊണ്ടാവൂ. പക്ഷെ വേറെ വഴിയില്ലാതെ ഡാസോ പറയുന്നത് അവർക്ക് കേൾക്കേണ്ടതായിട്ട് വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഉച്ചിയ ക്ലാനിലുള്ളവര് ഇപ്പൊ ഒരു മീറ്റിംഗ് കൂടും. ഉടനെ ഫുക്കാഗു പറയും, ആ നയൻ ടെയിലിന്റെ അറ്റാക്ക് അതിനുശേഷം നമ്മുടെ ക്ലാനിനെ ബാക്കിയുള്ളവര് ഒട്ടും റെസ്പെക്ട് ചെയ്യുന്നില്ല. അവര് നമ്മളെ മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളും അത് തന്നെ പറയും. സെക്കൻഡ് ഒക്കാക്ക് ശേഷം നമ്മളെല്ലാവരും പാർഷ്വാലിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നയൻ ടെയില് അത് നമ്മുടെ ശരീരം കണ്ണുകൊണ്ടാണ് കൺട്രോൾ ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യം അവർ കറക്റ്റായി മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മളോടും അവരിപ്പോ വേർതിരിവ് കാണിക്കുന്നത്. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്യും. അതിന് ഫുക്കാഗു പറയും, നിങ്ങൾ പറഞ്ഞതെല്ലാം 100% ശരിയാണ്, പക്ഷെ ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. കാരണം മറ്റുള്ള ക്ലാനുകാരെല്ലാം തന്നെ അവർ പറയുന്നത് അനുസരിച്ചാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും വീട് കെട്ടുന്നതും. സോ തൽക്കാലം നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഹിറ്റാച്ചി അവന്റെ പപ്പയും കൂട്ടി പുതിയ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോവും. അവിടെ എത്തിയ ഫുക്കാഗു ഇപ്പൊ ഹിറ്റാച്ചിക്ക് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങും. ആദ്യമായിട്ട് ഫയർബോൾ ജിപ്സു അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നായിരിക്കും അപ്പ അവന് കാണിച്ചും പഠിപ്പിച്ചും കൊടുക്കുക. ഹിറ്റാച്ചി ആണെങ്കിൽ അത് കാണേണ്ട താമസം അടുത്ത സെക്കൻഡ്
അവന്റെ പപ്പ ക്രിയേറ്റ് ചെയ്ത അതേ ലെവലില് അവനും ഞൊടിയിടയില് ഫയർബോൾ ജിപ്സു അത് ക്രിയേറ്റ് ചെയ്യും. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പപ്പയും മോനും അങ്ങനെ നടന്നു വരും. കാഗു ആണെങ്കിൽ ചുറ്റും നോക്കും. എല്ലാ ക്ലാനുകളുടെയും നടുവിലായിട്ടാണ് ഇപ്പൊ അവരുടെ ക്ലാൻ. അവരെ കൊണ്ട് ഇപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഹിറ്റാച്ചി അവന്റെ ഫസ്റ്റ് ഡേ അക്കാദമിയിൽ ചേരാനായിട്ട് പോവാണ്. പുതുതായിട്ട് അക്കാദമിയിൽ ചേരാനുള്ള കുട്ടികളും അവരുടെ പാരന്റ്സും എല്ലാവരും റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ ഹിറ്റാച്ചിയുടെ കൂടെ തന്നെ അവന്റെ അച്ഛനും അമ്മയും അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. തന്നെ തേർഡ് ഹൊക്കാഗെ അവരുടെ മുൻപിലേക്ക് വരും. ഹൊക്കാഗെ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഫ്യൂച്ചർ ഞാൻ ആശംസിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും ഷിനോബികളാണ്. അങ്ങനെ തേർഡ് ഹൊക്കാഗെ ഇപ്പൊ വലിയ സ്പീച്ചൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും ഹിറ്റാച്ചിയുടെ ഗേൾ ഫ്രണ്ട് അവളും അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഹിറ്റാച്ചിയെ നോക്കി ഹാപ്പി ആയിട്ട് കൈയൊക്കെ വീശി കാണിച്ച് ഇപ്പൊ അവരെല്ലാവരും ക്ലാസ് റൂമിലേക്ക് പോകും. അവരുടെ മാസ്റ്റർ ആണെങ്കിൽ അവർക്ക് നെഞ്ചിപ്സുവിനെ കുറിച്ച് ക്ലാസ് എടുത്തു കൊടുക്കും. അതിനുശേഷം ട്രെയിനിങ്ങിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകും. സ്റ്റുഡൻസ് എല്ലാവരും കത്തിയെടുത്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുമ്പോ ഇവിടെ ഹിറ്റാച്ചി അവൻ പക്ക ഫോക്കസ്ഡ് ആയി ആ കറുത്ത വരയിൽ തന്നെ അവന്റെ കത്തി എറിഞ്ഞു കൊള്ളിക്കും. അത് ഒന്നോ രണ്ടോ അല്ല, അവന്റെ കയ്യിലുള്ള മുഴുവൻ കത്തികളും അവൻ ആ ബ്ലാക്ക് മാർക്കിൽ തന്നെ കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് അവിടെ തന്നെ കൊള്ളിക്കും. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അക്കാദമിയിലെ നമ്പർ 1 സൂപ്പർ ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ഹിറ്റാച്ചി. ഹിറ്റാച്ചി ആണെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവൊക്കെ പറഞ്ഞ് ഫസ്റ്റായി ക്ലാസ്സിൽ പാസ്സായിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ടൊരു ചപ്രാച്ചി പയ്യന് ഇപ്പൊ ഹിറ്റാച്ചിയോട് ഒരുപാട് അസൂയാവും. അവനിപ്പോ ഹിറ്റാച്ചിയെ വെല്ലുവിളിക്കും. ഹിറ്റാച്ചി സെക്കൻഡ് വെച്ച് അവനെ അടിച്ച് താഴെയിടും. അതിനുശേഷം വീണ്ടും വീട്ടിലേക്ക് വന്ന് സാസുകയായി ഒരുപാട് നേരം കളിച്ച് അവൻ ട്രെയിനിങ് എടുക്കാൻ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് പോവും. അക്കാദമിയിൽ നിന്നല്ലാതെ അവന്റെ പപ്പയും ഒരുപാട് ട്രെയിനിങ് അവന് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ വളരെ സ്കിൽഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ മാറും. പെൺപിള്ളേര് പോലും ഇപ്പൊ ഹിറ്റാച്ചിയുടെ ഫാൻസായി അവനെ തന്നെ നോക്കി നിൽക്കും. അതേസമയം ക്ലാസ്സിലെ ചെക്കന്മാർക്ക് അത് സഹിക്കില്ല. അവരിപ്പോ അക്കാദമിയിലുള്ള ഒരു സീനിയറുമായിട്ട് ഫൈറ്റ് ചെയ്യും. അതിനുശേഷം ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് വന്ന് അവരെ രക്ഷിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യും. അത് കേൾക്കേണ്ട താമസം ഹിറ്റാച്ചി അവൻ ആ സീനിയർ പയ്യനെ കറക്കിയെടുത്ത് നിലത്തടിക്കും. ആ ഒരു കറക്കയടിയില് സീനിയർ പയ്യന്റെ കൈ ഒടിഞ്ഞു പോവും. ഹിറ്റാച്ചി പറയും, എത്രയും പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വെറും ഫസ്റ്റ് ഇയർ ആയ ഹിറ്റാച്ചിയുടെ പവറും സ്ട്രെങ്ത് ഒക്കെ കണ്ട് ഹിറ്റാച്ചിയുടെ ക്ലാസ്സിലെ ബോയ്സ് അവരെല്ലാവരും ഇപ്പൊ ഹിറ്റാച്ചിയുടെ കട്ട ഫാനായി തീരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹിറ്റാച്ചി അവന്റെ മനസ്സിൽ ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ ആക്ച്വലി എന്തിനു ജനിക്കുന്നു, എന്തിനു മരിക്കുന്നു, നമ്മുടെ ലക്ഷ്യം എന്താ, ഒരു ക്ലാൻ എന്നാൽ എന്താണ്, ഷിനോബി വേൾഡ് അതിന്റെ യഥാർത്ഥ അർത്ഥവും ലക്ഷ്യവും എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചും ട്രെയിനിങ് എടുത്തും ഹിറ്റാച്ചി അവൻ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഹിറ്റാച്ചിയുടെ പ്രോഗ്രസ് കാർഡ് അത് കണ്ട് അവന്റെ അപ്പനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷാവും. ഹിറ്റാച്ചി എന്നിട്ടും അവന്റെ ട്രെയിനിങ് അത് നിർത്താനായിട്ട് തയ്യാറാവില്ല. വീണ്ടും അവന്റെ ഫുൾ സ്ട്രെങ്തില് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. അത് കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് സി ഉച്ചിഹ പോലും അവന്റെ അടുത്തേക്ക് വന്ന് അവനെ കൺഗ്രാചുലേറ്റ് ചെയ്യും. സി ഉച്ചിഹ ആൾ ചോദിക്കും, എന്തു പറ്റി, നീ ഇന്ന് അക്കാദമിയിലേക്ക് പോയില്ലേ? അത് കേട്ട് ഹിറ്റാച്ചി ചിരിക്കും. ആക്ച്വലി ഹിറ്റാച്ചി അവൻ അക്കാദമിയിൽ തന്നെയാണുള്ളത്. അവന്റെ ഷാഡോ ക്ലൗൺ ആണ് ഇപ്പൊ സി ഹിറ്റാച്ചിയുടെ തൊട്ട് മുൻപിൽ നിൽക്കുന്നത്. അക്കാദമിയിലാണെങ്കിൽ ഹിറ്റാച്ചി അടിച്ച ആ സീനിയർ പയ്യൻ അവനാണെങ്കിൽ അവന്റെ ഒരു വലിയ ടീമുമായി വന്ന് ഇപ്പൊ ഹിറ്റാച്ചിയെ തല്ലാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ഉടനെ അടുത്ത സെക്കൻഡ് ആ ഒരു വലിയ ടീമും ഹിറ്റാച്ചിയും ചേർന്ന് പൊരിഞ്ഞ അട്ടയിട്ടി ബഹളം. ഫൈറ്റിന്റെ അവസാനം മാസ്റ്റേഴ്സ് എല്ലാവരും അവിടേക്ക് ഓടിയെത്തും. ആ ഗ്യാപ്പില് ഏതോ ഒരു സീനിയർ പയ്യൻ ഇപ്പൊ ഹിറ്റാച്ചിയുടെ മുഖത്ത് ആഞ്ഞടിക്കും. ആ ഒരു അടിയില് ഹിറ്റാച്ചിയുടെ ഷാഡോ ക്ലൗൺ ജിപ്സു അതങ്ങനെ ബ്രേക്ക് ആവും. അതേസമയം ഗ്രൗണ്ടില് റിയൽ ഹിറ്റാച്ചി സി ഉച്ചയായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഹിറ്റാച്ചിക്ക് പിടികിട്ടും അവന്റെ ഷാഡോ ക്ലൗൺ അത് ബ്രേക്കായി പോയെന്ന്. ഉടനെ ഹിറ്റാച്ചി ആണെങ്കിൽ അവിടുന്ന് അക്കാദമിയിലേക്ക് ഓടും. അതേസമയം ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ഷാഡോ ക്ലൗൺ ജിപ്സ് ക്രിയേറ്റ് ചെയ്ത ഹിറ്റാച്ചിയുടെ പവറിനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഉടനെ ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പൊ ഒക്കാകെ കണ്ടു പറയും, ഹിറ്റാച്ചി അവൻ ഓൾറെഡി ക്ലൗൺ ജിപ്സും ഷാഡോ ക്ലൗൺ ജിപ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് അവൻ അക്കാദമിയിൽ നിന്ന് പാസ്സാക്കണം. അത് കേട്ട് ഹൊക്കാഗ ആള് ഷോക്കാവും. നിങ്ങൾ എന്താ പറയണേ, അവൻ ഈ വർഷമല്ലേ അക്കാദമിയിൽ ചേർന്നേ? അതിന് മാസ്റ്റേഴ്സ് പറയും, അതെ, പക്ഷേ അവൻ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞു. എന്തിന്, ഷാഡോ ക്ലൗൺ ജിപ്സ് പോലും അവൻ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു മീറ്റിംഗിൽ വെച്ച് ഹിറ്റാച്ചിയെ ഗ്രാജുവേറ്റ് ആക്കും. ഈ കാര്യം വീട്ടിലറിഞ്ഞ് ഹിറ്റാച്ചിയുടെ പപ്പയും അമ്മയും ഷോക്കാവും. ഇത്രയും പെട്ടെന്ന് എന്നെ അവര് ഗ്രാജുവേറ്റ് ആക്കിയോ, ഞങ്ങൾക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അടുത്ത ദിവസം തന്നെ
ഹിറ്റാച്ചി അവൻ ഒഫീഷ്യലി ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തുവെന്ന് സ്കൂളിൽ അനൗൺസ് ചെയ്യും. ഇനി ഹിറ്റാച്ചിക്ക് ഏത് മിഷനിൽ വേണമെങ്കിലും പോകാനായിട്ട് സാധിക്കും. അത് കേട്ട് ബാക്കിയുള്ളവര് അവർ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബ്.